പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ചില സമയങ്ങളിൽ നമുക്കൊക്കെ സീസൺസ് ഓഫ് വെയിറ്റിംഗ് അനുഭവിക്കാനിടയായിട്ടുണ്ടല്ലേ. ഒരു പ്രത്യേക സീസണായിരിക്കും നമ്മളൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾക്ക് ഒരു എൻഡ്യൂറൻസ് പ്രാപിച്ച നിലയിൽ നാം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ആ സമയത്ത് നമ്മൾ മുറുകെ പിടിച്ച് നിന്നാൽ, അതുപോലെ അനേക ഇൻസ്പയറിംഗ് ടെസ്റ്റിമണീസ് വെയിറ്റിങ്ങിന് ശേഷം ലഭിച്ച നന്മകളെക്കുറിച്ചുള്ളതൊക്കെ നാം കേൾക്കുമ്പോൾ അതൊക്കെ ഓർത്താൽ നമുക്ക് ധൈര്യത്തോടെ ആ സീസൺ കഴിഞ്ഞു പോകാൻ തക്കവണ്ണമിടയാവും. ആങ്സൈറ്റി ഒന്നും വരാതെ പവർ ഓഫ് മെഡിറ്റേഷൻ എന്താണെന്ന് അനുഭവിപ്പാൻ പേഴ്സണലായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ദൈവം ഓരോ പ്രോമിസസ് നമുക്ക് തരുമ്പോൾ ആ പ്രോമിസസിൽ കൂടെ ഒക്കെ ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന സമാധാനം നമുക്ക് അനുഭവിപ്പാനിടയാകും. തന്നെയുമല്ല ആ വചനത്തിൽ കൂടെ ആത്മീയമായിട്ടുള്ളൊരു ബലവും തന്നെയുമല്ല ഒരു എൻകറേജ്മെൻറ്റും ഒക്കെ നമുക്ക് പ്രാപിപ്പാൻ്റെ ഗുണമിടയാകും. നേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 27:7, Psalm 27 verse 7. യഹോവേ, ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. Verse 8 says, എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ചില ആഗ്രഹങ്ങൾ അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ഇൻറ്റിമസി വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടി അത് ചിലപ്പോൾ വലിയൊരു ആവശ്യമായിട്ടങ്ങ് തീരും. ഇത് കൂടിയേ തീരൂ. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എനിക്കൊന്ന് ദൃഢമാക്കേണ്ടതിന്, എൻ്റെ ഈ വിഷയത്തിന് എൻ്റെ ആഗ്രഹമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിലെൻ്റെ ആവശ്യം ഒരു ഗ്രേറ്റർ നീഡാണ്. അങ്ങനെ വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഫോക്കസ് ഒരിക്കലും മാറാതെ നമ്മൾ ദൈവവചനവും ദൈവം നമുക്ക് തന്ന പ്രോമിസസിനെ നാം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം. വളരെ സീസണായിട്ട് ഹല്ലേലൂയ നമുക്ക് ഫീൽ ചെയ്യുമ്പം പോയൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഒട്ടും സീസണലല്ല. നമ്മൾ ഡെലിബറേറ്റായിട്ട് നിശ്ചയദാർഢ്യത്തോടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ചില സമയത്ത് ചില റിസൾട്ട് നമ്മുടെ സമയത്തായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ സമയത്തായിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് പിന്നീട് പറയുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവം തീർച്ചയായിട്ടും ചെയ്തത് തക്ക സമയത്താണ്. ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്യാനിടയായത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്നുകൂടെ ആത്മീയമായിട്ട് ഉറപ്പിക്കാനായിരുന്നു, വചനത്തിൽ വിശ്വസിക്കാനായിരുന്നു, ദൈവത്തിൻ്റെ പ്രസൻസ് പൂർണ്ണമായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കുവാനായിരുന്നു എന്ന് നമ്മൾ തന്നെ പറയുവാനിടയാകും. അപ്പം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടുന്നതിനെ കഴിഞ്ഞും, നാം വെയിറ്റ് ചെയ്യുന്ന വിഷയത്തിന് മറുപടി കിട്ടുന്നതിനെ കഴിഞ്ഞും സൂപ്പർസീഡ് ചെയ്യേണ്ടത് അവർ ഡിസയർ ഫോർ ക്രൈസ്റ്റ് ആണ്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാകും വി ക്യാൻ റിസീവ് വാട്ട് ഈസ് ട്രൂലി നെസസറി എന്ന്. ദൈവത്തെ നാം കൂടുതൽ ആഗ്രഹിക്കണം. അവനുമായിട്ടുള്ളൊരു ഇൻറ്റിമസിയിലേക്ക് നാം വരണം. മിക്കവർക്കും ദൈവത്തിൽ നിന്ന് പ്രസൻസ് ഇഷ്ടമാണ്, സമ്മാനങ്ങൾ കിട്ടുന്നത് ഇഷ്ടമാണ്. പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ അവൻ്റെ പ്രസൻസിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്, അതായത് അവൻ്റെ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയട്ടെ, പലപ്പോഴും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോക്കസ് ഒന്ന് റീസെറ്റ് ചെയ്യുവാനും നമ്മുടെ പ്രയോറിറ്റീസൊക്കെ ഒന്ന് റൈറ്റ് ആക്കുവാനും ഒക്കെ ഇടയാകും. അതിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് മനസ്സുണ്ടോ? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സസ് 13 and 14 ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല.
എൻ്റെ ഒരു ഫേവററ്റ് സ്ക്രിപ്ചറാണ്. കാരണം ആ വാക്യത്തിനകത്ത് പറയുന്നുണ്ട് ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു. അതുകൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഗോഡ് വിൽ ഫൈറ്റ് ഫോർ യു. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം യുദ്ധം ചെയ്യുമെന്നേ. സ്തോത്രം. നമ്മൾ മനുഷ്യരായത് കാരണം പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്ത് നമുക്ക് കഴിയുമെന്ന് തോന്നി അങ്ങ് ചെയ്യും. പക്ഷെങ്കിൽ ഒന്നും ചെയ്യാതെ സ്റ്റാൻഡ് സ്റ്റില്ലെന്ന് പറയുമ്പോൾ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽപ്പാൻ മനുഷ്യന് നമുക്ക് കഴിയത്തില്ല. തന്നെയല്ല, പലപ്പോഴും അൺസർട്ടനായിട്ടുള്ളത് വെല്ലുവിളിക്കുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള വിഷയം മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാതെ നിർവികാരമായിട്ടിരിക്കാൻ സാധിക്കത്തില്ല. പക്ഷെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെൻറ്റും നമ്മുടെ എഫേർട്ടും അതിനകത്ത് ഇടാനൊരു ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സംഗതികൾക്കൊക്കെ വ്യത്യാസം വരികയും ചെയ്യും. അപ്പം നാം നമുക്ക് വേണ്ടി ഒന്നും സംസാരിക്കാതെ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്താൽ, ഞാൻ പറയട്ടെ, ദാറ്റ് ഈസ് ദ ഷുവറസ്റ്റ് പാത്ത് ടു സക്സസ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, യുദ്ധം നമ്മുടേതല്ല. ഇറ്റ് ബിലോങ്സ് ടു ദ ലോഡ്. നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമ്മുടെ ജയവും അതിനകത്ത് ആ ദൈവത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ്. പോരെ ദൈവമക്കളെ, ഏത് സൃഷ്ടാവിനെയും പോലെ ദൈവത്തിൻ്റെ ആഗ്രഹവും അവൻ്റെ സൃഷ്ടികളൊക്കെ ജയജീവിതം നയിക്കണമെന്ന്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മുടെ സകല ഭാരങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നിൻ്റെ ഭാരം യഹോവയുടെ മേലെ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അങ്ങനെയല്ലേ സംഘത്തിന് 55:22 പറയുന്നത്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക. അതുതന്നെ മത്തായിയുടെ സുവിശേഷം 6:26 പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 26 അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നോക്കും. ഈ ചെറിയ വാക്യങ്ങൾ നമുക്ക് തീരെ സിമ്പിളാണെന്ന് തോന്നിയാലും അതൊക്കെ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 6:26 ഇങ്ങനെ പറയുന്നു: ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. ഹല്ലേലൂയ. വിചാരപ്പെടുന്നതിൽ ഒരു നീളം മുഴം നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഇതിൻ്റെയൊക്കെ ആൻസർ സിമ്പിളാണ്. എന്തുവാ? വറി ആഡ്സ് നത്തിങ്. വറി ചെയ്താൽ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമ്മുടെ റെസ്റ്റും നമ്മുടെ പീസും നമ്മുടെ കാഴ്ചപ്പാടിനെയൊക്കെ മോഷ്ടിക്കപ്പെട്ടു പോകാനായിട്ട് ഇടയാകത്തേ ഉള്ളൂ. അപ്പോൾ ഈ എക്സോഡസ് പുറപ്പാടിൽ നമ്മൾ വായിച്ച വാക്യം പറയുന്നത് നമുക്കൊരു കംഫർട്ട് തരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ കമാൻഡ് ഓൾസോ. പേടിക്കരുത്, ഉറച്ചു നിൽപ്പീൻ, അല്ലേ? ഡോണ്ട് ബി അഫ്രൈഡ്, സ്റ്റാൻഡ് സ്റ്റിൽ, സ്റ്റേ കാം. ബൈബിളിലെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷനാണത്, ഡു നോട്ട് ഫിയർ എന്ന്. എന്നിട്ടും ഇന്ന് വരെ മനുഷ്യർക്ക് അനുസരിക്കാൻ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് അത്. ഹല്ലേലൂയ. ഫെയ്ത്തിനെ കഴിഞ്ഞും ആൾക്കാർ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഗതി ഫിയറാണ്. തന്നെയുമല്ല, റിസൾട്ട് അറിയാതെ വരുമ്പോൾ നമ്മളെ ഭരിക്കുന്നത് ഫെയ്ത്ത് അല്ല, നമ്മളെ ഭരിക്കുന്നത് ഭയമാണ്. ഞാൻ പറയുന്നതിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ബട്ട് ദാറ്റ്സ് എക്സാക്ട്ലി വെൻ ഗോഡ് കോൾസ് ആസ് ടു ട്രസ്റ്റ് ഹിം മോസ്റ്റ്. ഭയം നമ്മളിലേക്ക് എഴഞ്ഞ് നൂണ്ട് കയറി വരുമ്പോൾ നീ ഒന്ന് പോസ് ചെയ്തതിൻ്റെ കുഞ്ഞെ, നീ വചനമെടുക്കുക. ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഭയത്തെ കഴിഞ്ഞൊക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് കേട്ടോ. നീ തന്നെ മനസ്സിലോർത്തോണം, എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന്. അവനാണ് എൻ്റെ യാത്രയെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന്. അവനാണ് എൻ്റെ എല്ലാ വഴികളെയും നിലവുകളെയും കാത്തിട്ട് അവൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചെടുക്കുന്നത്. അപ്പോൾ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ കാര്യങ്ങളും ചെയ്തു തരുവാൻ സന്നദ്ധനാണ്. പവർഫുൾ, പ്രിസൈസ് ആൻഡ് ലവിങ് ഗോഡ്. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് ദൈവം ഇതിലെ സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സ്റ്റേ കാം. നമുക്ക്
ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മളെ റിസ്റ്റോർ ചെയ്യും, നമ്മുടെ കാംനെസ്സിനെയും പീസിനെയും ഒക്കെ. അതിന് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വിചാരപ്പെടാതെ ഭാരങ്ങളൊക്കെ ഹോടമേലിട്ടിട്ട് ദൈവേഷ്ടത്തിന് കാത്തിരുന്നുകൊണ്ട്, ദൈവശബ്ദത്തിനും പ്രോമിസസിനും കാത്തിരുന്നുകൊണ്ട് യുദ്ധങ്ങളെ യഹോവ നിർത്തൽ ചെയ്യും, എൻ്റെ സകല യുദ്ധവും ദൈവം കൈകാര്യം ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൈകാര്യം ചെയ്യുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയിൽ ഓരോരുത്തരെ സൂക്ഷിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.